ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വന്നിരിക്കുന്നത് വിത്ത് ഫാൻസി നമ്പർ 2222. 2028 വരെ എക്സ്റ്റൻഡഡ് വാറന്റി ഉള്ള നല്ലൊരു ടൈഗൺ ആണ്. GLC കൂപ്പയാണത്. കൂപ്പ ഡിസൈൻ ആണ്. GLC നോർമലി എല്ലായിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും കൂപ്പ ഡീസലിൽ അങ്ങനെ ആരടുത്തും ഇറങ്ങിയിട്ടില്ല. ക്രോസ് ബാർ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിറ്റിംഗ്സ് കയറി. എത്ര കളക്ഷൻസ് ഉണ്ട്? ഇപ്പൊ നമ്മളതിൽ ഓൾമോസ്റ്റ് ഒരു 68ഓളം വണ്ടികളുണ്ട്. സിംഗിൾ ഓണർ, പിന്നെ ആകെ 6000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഡീസൽ മാനുവൽ SX ആണ് വരുന്നത്. ഡീസൽ ആണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഓണർ. ഈ വണ്ടിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ആകെ 13000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു 8 സീറ്റർ ആയിട്ടാണ് ഇതിന്റെ കാർണിവൽ ആയിട്ടാണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിതാ വീണ്ടും ഷമീസ് കാസിൽ എത്തിയിരിക്കുകയാണ്. പുതിയ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസംബർ മാസമാണ്, ഇയർ എൻഡിങ് മന്ത് എൻഡിങ് ഒക്കെ വരികയാണ്. ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് തിരുവണ്ണൂർ മിനി ബൈപ്പാസ് റോഡിലാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോൾ. ഷമീസ് കാസിൽ നമ്മുടെ കാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വീണ്ടും നമ്മുടെ കൂടെ ഉള്ളത് ഷഫീഖ് തന്നെയാണ്. ഹായ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ അത് മുന്നേ തന്നെ ഡിസംബർ ആണ്, ഇയർ എൻഡിങ് വരുന്നുണ്ട്, മന്ത് എൻഡിങ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓഫേഴ്സും കാര്യങ്ങളായിട്ട് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഓക്കെ, പിന്നെ ഇപ്പൊ നവംബർ കഴിയുന്നല്ലേ ഉള്ളൂ. ഇന്നിപ്പോ നമ്മള് നവംബർ കഴിഞ്ഞിപ്പോ ഡിസംബറിലേക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓഫറും കാര്യങ്ങളും ഡിസംബർ ഫസ്റ്റ് ആണ്. അതെ. ഓക്കെ, പിന്നെ ഇപ്പൊ കറന്റ് ഇപ്പൊ എത്ര കളക്ഷൻസ് ഉണ്ട്? ഇപ്പൊ നമ്മളതിൽ ഓൾമോസ്റ്റ് ഒരു 68ഓളം വണ്ടികളുണ്ട് നമ്മളതിൽ. ഇവിടെ യാർഡിലൊക്കെ ആയിട്ട്. അതെ അതെ, യാർഡിലും ഇവിടെയൊക്കെ ആയിട്ട് വണ്ടികളുണ്ട്. പിന്നെ അതിനടുത്ത് ശനിയാഴ്ച അതിനെ കൊണ്ടുള്ള കുറച്ച് റഷാണ്. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു ലക്ഷറി കാറ്റഗറിയും പ്രീമിയം ഒക്കെ കാണിച്ചിട്ട് ഇപ്പൊ കുറച്ച് കാലമായി. നമുക്ക് അങ്ങനത്തെ കുറച്ച് വണ്ടികളും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് GLC അല്ലേ? അതെ, 2022 മോഡലാണ്. 8000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ GLC കൂപ്പയാണത്. കൂപ്പ ഡിസൈൻ ആണ്. GLC നോർമലി എല്ലായിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും കൂപ്പ ഡീസലിൽ അങ്ങനെ ആരടുത്തും ഇറങ്ങിയിട്ടില്ല. കുറവാണ് വണ്ടികൾ ഇറങ്ങിയത് തന്നെ. നമ്മളിവിടെ ചോദിക്കുന്ന തന്നെ 76 ലക്ഷം രൂപയുള്ളൂ. 76 അല്ലേ? ഓക്കെ, നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫിനാൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഒരു 85% എന്തായാലും ഫിനാൻസ് കിട്ടും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ഫുള്ള് കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. 8000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. 8000 കിലോമീറ്റർ ഓടിയ. അപ്പൊ GLC ഒക്കെ നോക്കുകയാണ്, അത് കൂപ്പ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. GLC നോക്കുകയാണെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളാം. അടുത്ത നമ്മള് ഓഡിയിലേക്ക് വന്നല്ലേ? ഓഡി A4. ഓഡിന്റെ A4 ആണ് വന്നിരിക്കുന്നത്. അത് നല്ല വൈറ്റ് കളർ. അതെ അതെ. ഏതാ മോഡൽ? ഇത് 2014 വരുന്നത്. 14 മോഡൽ. പിന്നെ തേർഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ വണ്ടി ഉള്ളത്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് എന്തോ ഒരു ചെറിയ കല്ലെന്തോ അടിച്ചിട്ട് മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഹിസ്റ്ററിയിലുള്ളതാണോ? അത് ഹിസ്റ്ററിയിലുള്ള ഡീസൽ ഓട്ടോമാറ്റിക്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കിലോമീറ്റർ വന്നിട്ട് 82,000. 82. ഓക്കെ, 82,000 കിലോമീറ്റർ ഓടിയ നല്ലൊരു. ഓക്കെ, എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ് വരുമ്പോ? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 14,25,000 രൂപയാണ് ചെയ്യുന്നത്. 14,25,000. റേറ്റ് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ രീതിയിൽ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഫിനാൻസും കിട്ടുമല്ലോ? ഫിനാൻസ് ഒക്കെ കിട്ടും. ഓക്കെ, അടുത്ത നമ്മള് MG-ലേക്ക് വന്നു. MG Aster 2022 മോഡല്, സിംഗിൾ ഓണർ. പിന്നെ ആകെ 6000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വീണ്ടും ലോ കിലോമീറ്റർ. അതെ, 6000 കിലോമീറ്റർ ഓടിയ. വേരിയന്റ് ഏതാ വരുന്നത്? വേരിയന്റ് ZX EX എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അതായത് ടോപ്പ് എൻഡിന്റെ ഫുൾ ഓപ്ഷൻ അല്ല, അതിന്റെ തൊട്ട് താഴെ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. പെട്രോൾ വരുന്ന മാനുവൽ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് വർക്കുകളൊക്കെ ചെറിയ രീതിയിലല്ലേ? കമ്പനിയിൽ തന്നെ ചെയ്താന്ന് തോന്നുന്നു. ആ കമ്പനിയിൽ തന്നെ ചെയ്താ. ഓക്കെ, പിന്നെ നമുക്കിത് ഏകദേശം മൈലേജ് എത്ര കിട്ടുമായിരിക്കും? നമുക്ക് മൈലേജ് ഒരു 12 കിലോമീറ്റർ ഒക്കെ കിട്ടും. 12-13 കിലോമീറ്റർ നമുക്ക് സിറ്റിയിൽ. കമ്പനി 18-20 കിലോമീറ്റർ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നോർമലി ഇതിന് നമുക്ക് കിട്ടുന്ന മൈലേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12-13 കിലോമീറ്റർ വരെയാണ്. ലോങ് പോകുമ്പോൾ നമുക്ക് ഒരു 14 കിട്ടും. അതെ, സിറ്റി കൂടെ ഏകദേശം ഒരു 12 കിട്ടുന്ന മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ നോർമലി നമ്മളെ പെട്രോൾ വണ്ടി ഏത് വണ്ടി എടുത്താലും ആ ഒരു മൈലേജ് കിട്ടും. ഒരു എല്ലാ വണ്ടികളും ഏകദേശം സെയിം മൈലേജ് ഒക്കെ തന്നെയാണ്. ഓക്കെ, എങ്ങനെയാ പ്രൈസിങ് വരുമ്പോ? ഇത് നമുക്ക് ഫൈനലാണെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപക്ക് കൊടുക്കാം. 10 കറക്റ്റ് റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ ആണ് വന്നിരിക്കുന്നത്. 10 ലക്ഷം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക്
ലോണൊക്കെ നമുക്ക് മാക്സിമം ഇതിന് എന്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ കയറും. ചാൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയും കൂടിയാണ് എംജിന്റെ ആസ്റ്റർ. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മള് ഹുണ്ടായി വെന്യൂലേക്ക് വന്നു അല്ലേ? ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിലുള്ള നല്ലൊരു വണ്ടി. ഏതാ മോഡല്? ഇത് 2020 മോഡല് ഡീസൽ മാനുവല് SX ആണ് വരുന്നത്. ഡീസൽ ആണ് വന്നിരിക്കുന്നത്. SX അല്ലേ? 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. SX എന്ന് പറയുമ്പോൾ അന്ന് പ്രസ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല, കീലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പക്ഷെ സൺറൂഫ് അലോയില് പിന്നെ ബാക്കി എല്ലാ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ആണ്. ഓണർഷിപ്പ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചോദിക്കുന്ന 9,50,000 രൂപയാണ്. ഫിനാൻസ് ഏകദേശം 9 അടുത്ത്. ഫിനാൻസ് നമുക്ക് ഒരു 8.5 ഒക്കെ എന്തായാലും കിട്ടും. 8-9 ഒക്കെ എന്തായാലും ഫിനാൻസ്. ടയേഴ്സ് ആയാലും അത്യാവശ്യം നല്ല ടയേഴ്സ് ഒക്കെ നല്ല. ഇപ്പൊ നിലവിലിപ്പോ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ടയറാണെന്നുണ്ടെങ്കിൽ ഡീസൽ അടിക്കുക ഓടിക്കുക. ഓക്കെ, അപ്പൊ വെന്യൂവിന്റെ നല്ലൊരു ഡീസലും കൂടി ഇവിടെ അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്തോളാം. മാനുവൽ. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മള് വന്നിരിക്കുന്നത് വോക്സ് വാഗനിലേക്കാണ്. വോക്സ് വാഗന്റെ ടൈഗോൺ. ഏതാ മോഡല്? ഇത് 2022 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് 1.5 GT പ്ലസ് ആണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓക്കെ, വേരിയന്റ് GT പ്ലസ്. ഓക്കെ, GT പ്ലസ് ആണ് വന്നിരിക്കുന്നത്. ഓണർഷിപ്പ് എങ്ങനെയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഈ വണ്ടിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ പാകെ 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2028 വരെ എക്സ്റ്റൻഡഡ് വാറന്റി ഉള്ളതാണ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്, എടുത്ത് പറയേണ്ടതാണ്. എക്സ്റ്റൻഡഡ് വാറന്റി 2028 വരെ എക്സ്റ്റൻഡഡ് വാറന്റി ഉള്ള നല്ലൊരു ടൈഗോൺ ആണ്. ഹിസ്റ്ററി ഒക്കെ പറ്റി തന്നെയാണല്ലോ. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഇപ്പൊ 23 ലക്ഷം രൂപ എന്തോ വണ്ടിക്ക്. അതെ. ഓക്കെ, എങ്ങനെയാ പ്രൈസിങ് വരുമ്പോ? 16,60 ആണ് ചോദിക്കുന്നത്. 16,60. ഓക്കെ, നല്ലൊരു ഡീൽ തന്നെയാണ്. അപ്പോൾ വോക്സ് വാഗൺ ടൈഗോൺ വേണമെങ്കിൽ നോക്കിക്കോളാം. എക്സ്റ്റൻഡഡ് വാറന്റി ഉള്ള നല്ലൊരു മോഡൽ. പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട്. സത്യം, അതെ. വേറെ എന്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എക്സ്റ്റൻഡ് വാറന്റി ഉണ്ടെങ്കിൽ കുറെ അഡ്വാൻറ്റേജ്. ഓക്കെ, പിന്നെ അതുമല്ല ഫാൻസി നമ്പർ ആണ്. ഓക്കെ, ഫാൻസി നമ്പറും കൂടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് കിയയിലേക്കാണ്. എല്ലാരും ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം. ഇപ്പൊ നിരത്തുകളിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അതും നല്ല ബ്ലാക്ക് കളർ. അതെ. ഓക്കെ, ഏതാ മോഡല്? ഇത് 2023 ആണ് വണ്ടി വരുന്നത്. 24 പിന്നെ 5-ാം മാസമാണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. സിംഗിൾ ഓണർ ആണ് വണ്ടി വന്നത്. പിന്നെ വേറെ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. കിലോമീറ്റർ എങ്ങനെയാ? 25,000. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. HTX പ്ലസ്. ഓക്കെ, ടയേഴ്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുള്ള് നല്ല കമ്പനി വന്ന ടയർ തന്നെയാണ്. അലോയിൽ കമ്പനി വന്നാണ്. പിന്നെ സൺറൂഫ് വരും. പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, മാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒക്കെ ക്രോം ഉള്ളത് മാറ്റിയിട്ട് ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു പ്രൈസിംഗിലേക്ക് വരാം. അതെ, പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 14 ലക്ഷം രൂപയാണ്. 14 ലക്ഷം രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വണ്ടി. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതിന്റെ നമ്പറാണ് ഇതിന്റെ ഹൈലൈറ്റ്. വീണ്ടും ഫാൻസി നമ്പർ തന്നെയാണോ? അതെ, മറ്റേ 2255 എന്ന് പറയുന്ന മാതിരി 2222 എന്നാണ് ഇതിന്റെ നമ്പർ. 2222 നല്ലൊരു ഫാൻസി നമ്പറും കൂടിയാണ്. 22 എഴുതുമ്പോ തന്നെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പോ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കുമ്പോൾ നല്ലൊരു ഫാൻസി നമ്പറും കൂടി കിട്ടും. അപ്പൊ നല്ലൊരു കിയ സോണറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വന്നിരിക്കുന്നത് വിത്ത് ഫാൻസി നമ്പർ 2222. അടുത്ത വണ്ടി നോക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ മറ്റൊരു കീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു 8 സീറ്റർ ആയിട്ടാണ്. കിയന്റെ കാർണിവൽ ആയിട്ടാണ്. അതെ, കിയയിൽ തന്നെ ഏറ്റവും വലിയ വണ്ടി. അത്യാവശ്യം നല്ല പ്രൈസ് കൊണ്ടല്ല, സൈസ് കൊണ്ടും എല്ലാം കൊണ്ടും പ്രീമിയം കാറ്റഗറി എന്നൊക്കെ പറയാൻ രീതിയിൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാം ഉണ്ട്. ഏതാ വേരിയന്റ്? ഇത് പ്രീമിയം പ്ലസ് ആണ് വരുന്നത്. പ്രീമിയം പ്ലസ് ആണ്. ഓക്കെ, മോഡൽ വരുന്നത് 2021 ആണ്. പിന്നെ കിലോമീറ്റർ 31,000 കിലോമീറ്റർ ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മളിവിടെ ചോദിക്കുന്ന വില വെച്ചിട്ടുണ്ടെങ്കിൽ 22.5 ലക്ഷം രൂപ. പുതിയ ഏകദേശം എത്ര വരുന്നുണ്ട്? ഇപ്പൊ ഈ വണ്ടി നിലവിൽ ഷേപ്പ് നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഷേപ്പ് മാറിയിട്ടാണ് വരുന്നത്. അതെ, ഇപ്പൊ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് പുതിയ ഷേപ്പിൽ വരുന്നത് നമുക്ക് 40 above വരും.
43-44 ലക്ഷം രൂപ വരും ഇപ്പൊ കാർണിവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അന്ന് ഇറങ്ങിയാൽ നമ്മളെ വെൽഫെയറിനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് വന്ന വണ്ടിയാണ്. ഈ ഒരു വിലക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു വണ്ടി ഈ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി കിട്ടാനില്ല. ശരിയാണ്. ഇനി യാത്ര സുഖമാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടും ഉണ്ട്, നല്ല കംഫർട്ടാണ്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് ലോൺ ഏകദേശം എത്ര കയറും? ഇതിൽ നമുക്ക് ഏകദേശം ഒരു 85% ലോൺ എന്തായാലും കയറും. ലോൺ കയറിക്കോളൂ അല്ലേ? ഓക്കെ. അപ്പോൾ നല്ലൊരു കാർണിവൽ കൂടി ഇവിടെ അവൈലബിൾ ആണ്. കാർണിവൽ നോക്കുകയാണെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തുള്ള ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. ഓക്കെ, അടുത്തതായി നമ്മൾ വന്നിരിക്കുന്നത് ടാറ്റയാണ്. വന്നിരിക്കുന്നത് ടാറ്റ ഹാരിയർ. ഇപ്പോഴത്തെ നിലവിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി. ആക്സിഡന്റ് ആയിരുന്നെങ്കിലോ നമ്മളെ കുടുംബം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സേഫ്റ്റിയിൽ ഇപ്പൊ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഫസ്റ്റ് ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടാമതോ മൂന്നാമതോ നിൽക്കുന്നതിലുള്ള വണ്ടികളിലൊന്നാണ് ടാറ്റ. ഏതാ മോഡല്? ഇത് 2020 മോഡല്. പിന്നെ ഡീസൽ മാനുവൽ ആണ് വരുന്നത്. XM ആണ് വേരിയന്റ് വരുന്നത്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ ആണ്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന XM വേരിയന്റ് ആണ്. ഡീസൽ മാനുവൽ. അതെ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. ടയേഴ്സ് ആയാലും കുഴപ്പമില്ല. ടയേഴ്സ് ആണെങ്കിലും ഇപ്പൊ നിലവിൽ കുഴപ്പമില്ല എന്നല്ല. ടയർ ഫ്രണ്ട് രണ്ടും പുതിയ ടയറാണ്. അതെ. ഓൾറെഡി അവര് മാറ്റി. നമ്മളിവിടെ ചോദിക്കുന്ന പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 10,75,000 രൂപയാണ്. 10,75 അല്ലേ? ഓക്കെ. സ്ലൈറ്റ്ലി നെഗോഷിയേറ്റ്, ചെറിയ രീതിക്ക് നമുക്ക് എന്താ മാറ്റം ചെയ്യാം. പക്ഷെ നമ്മള് ഓൾറെഡി മുട്ടിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മളൊരു ക്രെറ്റ അല്ലെങ്കിൽ ഒരു വെന്യൂ എടുക്കുന്ന പൈസ ഉള്ളു ഇപ്പൊ ഈ ഒരു ഹാരിയർ വരുന്നുള്ളൂ. നോർമലി നമ്മൾ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. നോക്കുകയാണെങ്കിൽ ശരിയാണ്. അതെ. അപ്പോൾ 10,75 ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. നല്ലൊരു ഹാരിയർ ഇവിടെ അവൈലബിൾ ആണ്. അതും മാനുവൽ ആണ് വന്നിരിക്കുന്നത്. ഡീസൽ മാനുവൽ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. അടുത്തത് നമ്മളൊരു സെഡാനിലേക്ക് വന്നില്ലേ? അതെ. ഹോണ്ടന്റെ അമേസ്. ഏതാ മോഡല്? 2023 മോഡല്. പെട്രോൾ ഓട്ടോമാറ്റിക്. S ആണ് വേരിയന്റ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വന്നിരിക്കുന്നത്. S വേരിയന്റ് അല്ലേ? സിംഗിൾ ഓണർ ആണ്. S വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വീണ്ടും ലോ കിലോമീറ്റർ ആണ്. വെറും 16,000 അല്ലേ? 16,000. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 8,20,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. അതെ, വെറും 8,20,000 നല്ലൊരു ഹോണ്ടന്റെ അമേസ്. അതും ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററും കുറവാണ്. 23 രജിസ്ട്രേഷൻ ആണ്. 2023 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസുകളാണ്. ഓക്കെ. അപ്പോൾ നല്ലൊരു അമേസ് നോക്കാം. സെഡാൻ വണ്ടി നോക്കുകയാണെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളാം. അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മള് ടാറ്റയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ടാറ്റ ആൽട്രോസ്. ഏതാ മോഡല്? 2020 മോഡലാണ് വരുന്നത്. പെട്രോൾ മാനുവൽ XT ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. ഈ വാഹനം 65,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 35,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 35,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റോ ഒന്നുമില്ല. പിന്നെ കമ്പനി സർവീസ് ആണ്. പിന്നെ ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 5,75,000 രൂപയാണ്. 5,75 ഡീസന്റ് പ്രൈസ് ആണ്. 5,75 നല്ലൊരു ആൾട്രോസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ സേഫ്റ്റിയോ ഒരു ഫാമിലിയിലേക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വണ്ടിയാണ്. സ്പേസും കാര്യങ്ങളൊക്കെ. അതെ. നമ്മളൊരു ഈവൻ ബലാനോ ഒക്കെ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രോസും കൂടി പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അതെ. ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. റൊണാൾഡിന്റെ ഡസ്റ്റർ അല്ലേ? അതെ. നമുക്ക് XUV വണ്ടികൾ എന്താന്ന് കാണിച്ചു തന്ന ആൾക്കാർ പണ്ടത്തെ. അതെ. ഓക്കെ. ഏതാ മോഡല്? ഇത് 2021 ആണ് മോഡൽ വരുന്നത്. 2021. അതെ. 2021, 22 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ RX-8. ഓക്കെ. അതെ. അത്യാവശ്യം കുറച്ച് ഫുള്ള് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അലോയിൽ ചെയ്തിട്ടുണ്ട്. ക്രോസ് ബാർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട്. അതെ. ഓക്കെ. വേറെ എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റോ ഒന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് ആണ്. കിലോമീറ്റർ 52,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. മാനുവൽ. നമ്മൾ ചോദിക്കുന്നത് 7,60,000 രൂപയാണ്. പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ്. 7,60 അല്ലേ? ഓക്കെ. ഇപ്പോഴും ഇതിനും നല്ല മാർക്കറ്റ് ഉണ്ട്. അതെ. അന്നും മാർക്കറ്റ് ഉണ്ട്, ഇപ്പോഴും മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്.
ഡസ്റ്ററിനായിട്ട് ഒരു പ്രത്യേക ആരാധകരുണ്ട്. അതെ. കാരണം എന്താ വെച്ചാൽ കൊണ്ടെടുക്കാനാണ്. ഇപ്പൊ പെട്രോൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ഒരു വീട്ടിലൊക്കെ നിർത്തിയിട്ട് ഉപയോഗിക്കാനാണ് ഈ നല്ല ആപ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. XUV കാറ്റഗറിയാണ്. അതെ. നമുക്ക് XUV എന്താന്ന് കാണിച്ചു തന്ന വണ്ടിയാണ് ശരിക്കും. ശരിയാണ്. പിന്നീടാണ് നമുക്ക് പിന്നെ ഓരോ പുതിയ XUV-കൾ നിരത്തിൽ ഇറങ്ങാൻ തുടങ്ങി. പക്ക XUV അല്ലെങ്കിലും കോമ്പാക്ട് XUV-യിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച വണ്ടിയാണ് ഇതും. പിന്നെ അതേമാതിരി ടെറാനോയാണ്. അതെ. പിന്നെ എക്കോസ്പോർട്ട് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇവരായിരുന്നു മാർക്കറ്റിൽ ഒരു ഇടം പിടിച്ചത്. അതെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.